താളത്തെ വീണ്ടും പിടിച്ചിറക്കി വിക്രമാദിത്യൻ തോളത്തു കയറ്റി പിന്നെ നടക്കുവാൻ ആരംഭിച്ചു. വേതാളം അടുത്ത കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ ഒരു രാജ്യത്ത് പ്രത്യേക കഴിവുള്ള 3 യുവാക്കളെക്കുറിച്ച് രാജാവ് കേൾക്കാൻ ഇടയാവുകയും ഉടൻ തന്നെ അവരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. അതിൽ ഒരാൾ ഭക്ഷണത്തോട് അതീവ പ്രിയമുള്ളവനായിരുന്നു. ഏതുതരം ഭക്ഷണവും സ്വാദറിഞ്ഞ് കഴിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. രണ്ടാമൻ സ്ത്രീകളോട് അതീവ താൽപ്പര്യമുള്ളവനായിരുന്നു. മൂന്നാമൻ മികച്ച രീതിയിൽ ഉറങ്ങുന്നവനുമായിരുന്നു. ഇവർ 3 പേരുടെയും നിരീക്ഷണ പാടവം പരീക്ഷിക്കുന്നതിനായി രാജാവ് നിശ്ചയിച്ചു. ഒന്നാമന് വേണ്ടി അടുത്തൊരു ഗൃഹത്തിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊടുത്തു. രണ്ടാമനെ വളരെ സുന്ദരിയും സർവാഭരണ വിഭൂഷിതയായ ഒരു കന്യകയോടൊപ്പം ഒരു ഗൃഹത്തിലേക്ക് അയച്ചു. മൂന്നാമന് വേണ്ടി പട്ടുമെത്തയും തൂവലും മൃദുല പുഷ്പങ്ങളും വിരിച്ചു സുഖകരം ആക്കി മറ്റൊരു ഗൃഹത്തിലേക്ക് ഉറങ്ങുന്നതിനായി അയച്ചു. ആദ്യത്തെ യുവാവ് ഭക്ഷണം കഴിഞ്ഞു വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു സദ്യ? അവൻ പറഞ്ഞു, എല്ലാം കേമമായിരുന്നു, പക്ഷേ ചോറിൻ ചാണകത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു. രാജാവ് പാചകക്കാരനെ വരുത്തി ഇതിന്റെ കാരണം അന്വേഷിച്ചു. പാചകക്കാരൻ പറഞ്ഞു, ചാണകം വളമായി കൊടുത്ത നെല്ലിൽ നിന്നുള്ള അരിയുടെ ചോറ് ആയിരുന്നു. അടുത്ത ദിവസം രാജാവ് രണ്ടാമത്തെ യുവാവിനെ വിളിച്ചു പെൺകുട്ടിയുമായുള്ള ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ആ യുവാവ് മറുപടി പറഞ്ഞു, അവൾക്ക് എരുമയുടെ ഗന്ധം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകേട്ട് രാജാവ് അവളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അറിയാൻ സാധിച്ചു, പശു വളർത്തൽ തൊഴിലായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുമാണ് അവൾ വന്നത്. രാത്രി മുഴുവൻ നീണ്ട ഉറക്കം കഴിഞ്ഞു വന്ന മൂന്നാമനോട് രാജാവ് ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ശരീരം നോവുന്നു എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞു. അതിമൃദുലമായ കിടക്കയിൽ കിടന്നാൽ എങ്ങനെ മേലു നോവും? കിടക്ക പരിശോധിക്കാൻ ഉത്തരവായി. തിരഞ്ഞപ്പോൾ തൂവലിൽ ഉടക്കി കിടക്കുന്ന ഒരു തലമുടി കാണാനിടയായി. വേതാളം കഥ പറച്ചിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഈ 3 പേരിൽ ആർക്കാണ് നിരീക്ഷണ സാമർഥ്യം കൂടുതലുള്ളത്? ഒന്നാമനും രണ്ടാമനും ഉണർന്നിരിക്കുന്നവരായി. എന്നാൽ ഗാഠനിദ്രയിൽ പോലും താൻ കിടക്കുന്ന മെത്തയിലെ ഒരു മുടിനാരന്റെ നീരസം അറിഞ്ഞവൻ ആണ് 3ലും കേൾ. ഈ ഉത്തരം കേട്ട് വേതാളം വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിക്രമാദിത്യന്റെ പുറത്തു നിന്നും പറഞ്ഞിരുന്നു. പിന്നെ മുരുക്കുമരത്തിൽ തലകീഴായി കിടന്നു. വിക്രമാദിത്യൻ വീണ്ടും മുരുക്കുമരം ലക്ഷ്യം വെച്ച് നടന്നു. പിന്നെ മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെ തിരിച്ചിറക്കി തന്റെ പിൻതോളിൽ കയറ്റി മുന്നോട്ട് നടന്നു. വേതാളം പറഞ്ഞു തുടങ്ങി, ഒരിക്കൽ ഒരു ദേശത്ത് ഒരു ബ്രാഹ്മണന് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായി. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ നാട്ടിലെ 3 യുവാക്കൾ തയ്യാറായി വന്നു. ഒരാൾ വലിയ പണ്ഡിതനായിരുന്നു, രണ്ടാമൻ വലിയ കൗശലക്കാരൻ, മൂന്നാമൻ ആണെങ്കിൽ ഒരു ശൂരവീരൻ ആയിരുന്നു. എല്ലാവർക്കും അവരവരുടേതായ കഴിവും ഗുണവും ഉണ്ടായിരുന്നതിനാൽ ഇവരിൽ ആർക്കു തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് അറിയാതെ ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ ഭാര്യയും ആശയക്കുഴപ്പത്തിലായി. അങ്ങനെയിരിക്കെ ഒരു നാൾ കന്യകയെ കാണാതായി. അവളെ വിവാഹം ചെയ്യണമെങ്കിൽ അവളെവിടെയുണ്ടെന്ന് കണ്ടെത്തി അവിടെ നിന്നും തിരിച്ചുകൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് ആ 3 യുവാക്കളും ചിന്തിച്ചുറച്ചു. ഒന്നാമൻ തന്റെ ജ്യോതിഷത്തിലുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവൾ എവിടെയുണ്ടെന്നും അവളെ ഒരു രാക്ഷസൻ പിടിച്ചുകൊണ്ടുപോയതാണെന്നും പറഞ്ഞു. രണ്ടാമൻ കൗശലക്കാരൻ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയെങ്കിൽ മാത്രമേ രാക്ഷസനിൽ നിന്നും അവളെ രക്ഷിക്കാനാകൂ എന്നും അതിന് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഒരു വ്യോമപേടകം നിർമ്മിച്ചു. മൂന്നാമനായ ശൂരവീരൻ ഉടനെ തന്നെ ആ പേടകത്തിൽ കയറി ആകാശമാർഗം ആ രാക്ഷസന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അധികം താമസിയാതെ തന്നെ ഒരു പർവ്വതത്തിന് അരികിൽ ഒരു ഗ്രാമത്തിൽ രാക്ഷസനെയും ബ്രാഹ്മണ കന്യകയും കാണാനിട വരികയും പേടകം അവിടെ ഇറക്കിക്കൊണ്ട് ശൂരവീരൻ രാക്ഷസനെ എതിരിടാൻ ആരംഭിക്കുകയും ചെയ്തു. അവിടെ വച്ച് അവർ തമ്മിൽ വലിയൊരു മല്ല യുദ്ധം തന്നെ നടന്നു. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് അറിയാത്ത നിമിഷങ്ങൾ ആയിരുന്നു അത്. എങ്കിലും അവസാനം ശൂരവീരൻ രാക്ഷസനെ അടിച്ചു വീഴ്ത്തി. പിന്നെ ആ കന്യകയും വ്യോമപേടകത്തിൽ ഇരുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. കന്യകയെ അവളുടെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. അവർ വീട്ടിലെത്തിയ ശേഷം 3 യുവാക്കളും അവരുടെ ആവശ്യം അവളുടെ അച്ഛനമ്മമാരെ അറിയിച്ചുകൊണ്ട് തങ്ങൾക്ക് അവളെ വിവാഹം ചെയ്തു തരുവാൻ വീണ്ടും അഭ്യർത്ഥിച്ചു. പണ്ഡിത യുവാവ് പറഞ്ഞു, ഞാനാണ് അവൾ എവിടെയുണ്ടെന്നുള്ള സ്ഥലവും ആരാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്നും എൻ്റെ അറിവുപയോഗിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് അവളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. രണ്ടാമൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ പേടകത്തിൽ ഇരുന്നു കൊണ്ടാണ് പെട്ടെന്ന് അവിടെ എത്താനും അവളെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞത്. അതുകൊണ്ട് യുവതിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. മൂന്നാമനായ ശൂരവീരൻ പറഞ്ഞു, ഞാൻ പോയി രാക്ഷസനുമായി മല്ല യുദ്ധം ചെയ്തു രാക്ഷസനെ കൊന്നതിന് ശേഷം ആണ് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അതുകൊണ്ട് അവളെ എനിക്ക് തന്നെ വിവാഹം ചെയ്തു തരണം. 3 പേരും പറഞ്ഞത് ന്യായമായിരുന്നു. അവളുടെ പിതാവും മാതാവും വീണ്ടും ഉത്തരമില്ലാതെ നിസ്സഹായരായി. കഥ പറച്ചിൽ നിർത്തിക്കൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു,
ഈ 3 പേരിൽ ആരാണ് അവൾക്ക് യോഗ്യൻ ആയ ഭർത്താവ്? രാജാവ് പറഞ്ഞു, കന്യകയെ കണ്ടെത്തുന്നതിലും അവിടെ എത്തിച്ചേരുന്നതിലും പണ്ഡിതനും കൗശലക്കാരനും തങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ ശൂരതയാൽ രാക്ഷസനെ വധിച്ചു കന്യകയെ രക്ഷപ്പെടുത്തി തിരികെ അവളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച ശൂരവീരന്റെ മാന്യത അംഗീകരിക്കപ്പെടേണ്ടതാണ്. അയാളാണ് അവളുടെ ഭർത്താവ് ആകാൻ യോഗ്യനായ യുവാവ്. ഉത്തരം കേട്ട ക്ഷണത്തിൽ വേതാളം രക്ഷപ്പെട്ടുകൊണ്ട് മുരുക്കുമരത്തെ ലക്ഷ്യമാക്കി പറന്നു. വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ മുരുക്കുമരത്തിൽ നിന്നും ഇറക്കി തോളിൽ കയറ്റി നടക്കാൻ ആരംഭിച്ചു. വേതാളം തന്റെ അടുത്ത കഥയിലേക്ക് കടന്നു. സോമവൈദികം എന്ന രാജ്യത്ത് പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളത്ത് നടക്കുകയായിരുന്നു. ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ കണ്ട സുന്ദരിയായ ഒരു യുവതിയോട് ഒരു യുവാവിന് പ്രണയം തോന്നുകയും അവൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നു എന്നോ അറിയാതെ തന്നെ അവളോടുള്ള ഇഷ്ടം കാരണം ദേവിയോട് ഒരു പ്രതിജ്ഞ ചെയ്തു, എനിക്ക് ആ പെൺകുട്ടിയെ പത്നിയായി ലഭിച്ചാൽ ഞാൻ എൻ്റെ തലവെട്ടി ദേവിക്ക് കാഴ്ചവെക്കാം. വാസ്തവത്തിൽ പ്രേമം മൂർച്ഛിച്ചപ്പോൾ അവളെ സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ നിന്നും വന്ന ഒരു പക്വതയില്ലാത്ത തീരുമാനമായിരുന്നു അത്. ഉത്സവശേഷം അയാൾ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ അവളുടെ വീട്ടിൽ എത്തിച്ചേർന്നുകൊണ്ട് അവളുടെ പിതാവിനോട് അവളെ വിവാഹം ചെയ്തു തരുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവർക്ക് തടസ്സം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ താമസിയാതെ അവരുടെ വിവാഹം നടന്നു. വധൂഗൃഹത്തിൽ കുറെനാൾ പാർത്തതിനുശേഷം പത്നിയോടും അവളുടെ സഹോദരനോടും കൂടെ അയാൾ സ്വന്തം ഗൃഹത്തിലേക്ക് യാത്രയായി. വഴിമധ്യേ ക്ഷേത്രത്തിനടുത്ത് എത്തിയപ്പോൾ ദേവിക്ക് കൊടുത്ത വാഗ്ദാനം അയാൾ ഓർക്കുകയും ഒരു അരയാൽ മരത്തിന് ചുവട്ടിൽ പത്നിയെയും അവളുടെ സഹോദരനെയും നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ ദേവീക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. ക്ഷേത്രമുറ്റത്തുള്ള ബലിപീഠത്തിനു മുന്നിൽ നിന്നുകൊണ്ട് അയാൾ സ്വയം തന്റെ ശിരസ്സറുത്തു. പോയിട്ട് നേരം കുറെ ആവുകയും തിരിച്ചുവരാത്തതിനാൽ എന്താണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ സഹോദരൻ ക്ഷേത്രത്തിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അയാളെ നടുക്കി. സഹോദരിയോട് ഇനി എന്തു പറയും എന്ന് അറിയാതെ ദുഃഖിതൻ ആവുകയും അങ്ങനെ അയാളും അവിടെ വെച്ച് തന്റെ ജീവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇരുവരെയും കാണാനാവാതെ ഏറെ നേരം കഴിഞ്ഞ് ആ ബ്രാഹ്മണ യുവതി ക്ഷേത്രമുറ്റത്തേക്ക് നടന്നു. തന്റെ ഭർത്താവും സഹോദരനും മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. താൻ ഇനി ജീവിച്ചിട്ട് എന്തു പ്രയോജനം എന്ന് വിചാരിച്ചുകൊണ്ട് അവളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തൽക്ഷണം ദേവി പ്രത്യക്ഷപ്പെട്ട് അവളെ ആ സാഹസത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. പകരമായി നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, തന്റെ ഭർത്താവിനെയും സഹോദരനെയും തിരികെ വേണം. ഉടനെ ദേവി തലയിൽ കിടക്കുന്ന 2 ഉടലുകളെയും സ്വന്തം ശക്തിയാൽ തലകൾ ചേർത്തുവച്ചുകൊണ്ട് പുനർജീവൻ കൊടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷയായി. മരണത്തിൽ നിന്നും തിരിച്ചെത്തിയ 2 പേരെയും കണ്ടു ആ ബ്രാഹ്മണ യുവതി അമ്പരന്നുപോയി. 2 പേരുടെയും തലകൾ മാറിയിരിക്കുന്നു. ഭർത്താവിന്റെ തലയിരിക്കുന്നത് സഹോദരന്റെ ശരീരത്തിലും സഹോദരന്റെ തല ഭർത്താവിന്റെ ശരീരത്തിലും. കഥ പറച്ചിൽ നിർത്തിക്കൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, ഇവരിൽ ആരാണ് യുവതിയുടെ ഭർത്താവ്, ആരാണ് സഹോദരൻ? വേതാളത്തിന്റെ ചോദ്യത്തിന് അടുത്ത ക്ഷണം തന്നെ വിക്രമാദിത്യന്റെ ഉത്തരം വന്നു. അവളെ നോക്കിക്കൊണ്ട് ആരാണോ പത്നി എന്ന് വിളിക്കുന്നത് അയാളാണ് അവളുടെ ഭർത്താവ്. ഇതു കേട്ടതും വേതാളം പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീണ്ടും മുരുക്കുമരത്തെ ലക്ഷ്യമാക്കി പറന്നുപോയി.